ധോനി ഫിനിഷസ് ഓഫ് ഇൻ സ്റ്റൈൽ. ഇന്ത്യ ലിഫ്റ്റ് ദ വേൾഡ് കപ്പ് ആഫ്റ്റർ 28 years. ആ ഐക്കോണിക് കമന്ററിക്ക് ഇന്നേക്ക് 15 വയസ്സ്. അതെ, ഇന്ത്യ ഏകദിന ക്രിക്കറ്റിലെ രണ്ടാം വിശ്വ കിരീടം ചൂടിയിട്ട് 15 വർഷം തികയുന്നു. 1983 കപിലിന്റെ ചെകുത്താന്മാർ ലോർഡ്സിൽ കന്നി കിരീടമുയർത്തിയതിനു ശേഷം 28 വർഷമാണ് ഇന്ത്യ കാത്തിരുന്നത്. ഇന്ത്യയേക്കാൾ ആ കിരീടം കാത്തിരുന്ന മറ്റൊരാൾ കൂടിയുണ്ടായിരുന്നു. ദ ഗോഡ് ഓഫ് ക്രിക്കറ്റ്, സച്ചിൻ ടെണ്ടുൽക്കർ. തൻ്റെ കൗമാരവും യൗവനവും ഇന്ത്യക്ക് നൽകി അദ്ദേഹം കാത്തിരുന്നത് 2 പതിറ്റാണ്ടാണ്. സം 97s ആർ ബിഗർ ദാൻ സെഞ്ചുറീസ്. അന്ന് വാങ്കഡയുടെ ചെളിപുരണ്ട ഗൗതം ഗംഭീറിന്റെ നീല കുപ്പായം പറയും അയാളുടെ ഇന്നിങ്സ് അന്ന് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു. ആ ജേഴ്സി അയാൾ ഇപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സച്ചിനും സേവാങ്ങും പോയ സമ്മർദ്ദഘട്ടത്തിലാണ് ധോനി ക്രീസിലെത്തുന്നത്. ലോകകപ്പിൽ അതുവരെ ടീമിന് കാര്യമായ സംഭാവന നൽകാൻ കഴിയാതിരുന്ന ധോനിയുടെ അന്നത്തെ ഒരൊറ്റ ഇന്നിങ്സ് മാത്രം മതിയായിരുന്നു ആരാധകർക്ക് അതെല്ലാം മറക്കാൻ. നുവാൻ കുലശേഖര എറിഞ്ഞ 48ാമത്തെ ഓവറിൽ MS ധോനി നേടിയ ആ സിക്സർ 28 വർഷത്തെ ചരിത്രം മാറ്റിയെഴുതി. വിജയത്തിന് ശേഷം സച്ചിനെയും തോളിലേറ്റി വാങ്കഡയുടെ മൈതാനത്തിലൂടെ ആരാധകരെ അഭിവാദ്യം ചെയ്യുമ്പോൾ വിരാട് കോഹ്ലി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു: 21 വർഷക്കാലം നമ്മുടെ രാജ്യത്തിന്റെ ഭാരം അദ്ദേഹത്തിന്റെ ചുമലിലായിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹത്തിനെ നമ്മുടെ ചുമലിലേറ്റേണ്ട സമയമായിരിക്കുന്നു. 2003ലും 2023ലും ഇന്ത്യയുടെ വിരൽത്തുമ്പിൽ നിന്നാണ് ഓസ്ട്രേലിയ കപ്പും കൊണ്ടുപോയത്. അതിൻ്റെ മുറിവുകൾ ഇപ്പോഴും മനസ്സിൽ ഉണങ്ങാതെ തന്നെയുണ്ട്. ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്നത് കേവലം വിനോദം മാത്രമല്ല, അത് ഇന്ത്യൻ ജനതയുടെ അടങ്ങാത്ത വികാരം കൂടിയാണ്. സ്റ്റേ ട്യൂൺ.